രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇത്. ഇപ്പോൾ സമയം 2:55. കണ്ടില്ലേ, ഇങ്ങനെ പുകയിടുക ജോലിയന്മാർ. പെമ്പളയാ ഇങ്ങനെ വന്നേക്കുന്നത് ഇത്. പന്ത്രണ്ട് അല്ല 2:55 എന്നുവെച്ചാൽ 3 മണി. ഇന്ന് 5 ഫെബ്രുവരി. ഓക്കെ, 5-ാം തീയതിയാണ് ഫെബ്രുവരി മാസം. ഇത് നമ്മുടെ വസ്തു. നമ്മൾ അന്നേ എല്ലാം ഇതാക്കി നമ്മൾ നമ്മുടെ കാര്യം നോക്കി എല്ലാം വൃത്തിയാക്കി നമ്മളിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ തീയിടുന്നൊക്കെ പോകാൻ നമുക്കില്ല. അതിൽ നമ്മുടെ അണ്ണാക്കിനകത്തോട്ട് ഇത് അടിക്കുക ജോലിയന്മാരുടെ. മൂക്കിനകത്തോട്ട് ഇപ്പം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. മൂക്കിനകത്തോട്ട് അടിയെന്ന് തുടങ്ങും. കണ്ടില്ലയോ, ഇങ്ങനെ ഇടുക. 1-2 സ്ഥലത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ. കള്ളയൊപ്പിൻ്റെ ആശാന, ഫോർജറിയുടെ ആശാന ഇവൻ. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ കള്ളൻ അങ്ങനെ പൊളിച്ചടിക്കുക വക്കീൽ. എന്നുവെച്ചാൽ കോടതിക്ക് മനസ്സിലായി എൻ്റെ കള്ളത്തരം ഒപ്പുമെല്ലാം. കോടതിക്ക് മനസ്സിലാവുമല്ലോ കള്ളയൊപ്പുകാരൻ. കള്ളയൊപ്പും കള്ള ഡോക്യുമെൻസുമായിട്ട് നടക്കുക ഇങ്ങനെ. കള്ള ഡോക്യുമെൻസുകാരൻ. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ആൾമാറാട്ടം ഇവരുടെ പരിപാടി. ആൾമാറാട്ടം, ഫോർജറി, പിന്നെ ക്യാമറ ഓഫാക്കുക ഓണാക്കുക, ഇങ്ങനെ പല പല കള്ളത്തരമായിട്ട് നടക്കുക. ഒരു ജോലിയില്ല ഇവന്മാർക്ക്. കള്ളത്തരത്തിൻ്റെ കൂട. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞ സമയം നിങ്ങൾക്കറിയാം. ഇപ്പം ഇത് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, 5-ാം തീയതിയാണ്. ഇതിൽ നോക്കട്ടെ എത്ര സമയമാണ്. കണ്ടോ, 2:58 PM, ഫെബ്രുവരി 5. ഓക്കെ, കണ്ടല്ലോ. നമ്മൾ കള്ളങ്ങളൊന്നും ഇന്ന് വരെ ഒരു കള്ളവും പറയേണ്ട കാര്യമില്ല. സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കള്ളം പറഞ്ഞ് ശീലമേ ഇല്ല. കള്ളോട്ട് പറയേണ്ട കാര്യവും ഇല്ല. കണ്ടില്ലേ, നമ്മുടെ ക്യാമറയൊക്കെ അടിച്ച് പൊട്ടിച്ച് കഥയുണ്ടാക്കിയത് പോലെ പണ്ട് കഥകൾ, കള്ളക്കഥകൾ, നമ്മളെക്കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കുക. ഇങ്ങനെ പല പല വേലകളായി ഇവന്മാർക്ക്. എൻ്റെ മറ്റൊരു ക്യാമറ വേണ്ട അവിടെ. ഇവിടെ 2 ക്യാമറയായിരുന്നു. ഇവിടെ ഒരു ക്യാമറ. ബാക്കിൽ നമ്മുടെ വസ്തു 17 സെൻറ്റ് സ്ഥലമുണ്ടല്ലോ അവിടെ, അത് കാണുന്നതിന് വേണ്ടി 2 ക്യാമറ വെച്ചു. അത് രണ്ടും തല്ലിപ്പൊട്ടിച്ച്. ഇങ്ങനെ ഇതാണ് ഒരു ക്യാമറ. കണ്ടല്ലോ, ഇവിടെ ആയിരുന്നു ഒരു ക്യാമറ വെച്ചിരുന്നത്. നമ്മുടെ DVR എല്ലാം എടുത്തുകൊണ്ട് പോയി. 50,000 രൂപ നമ്മൾ ചിലവാക്കി വെച്ചത്. ഇത് നല്ല ഒന്നാന്തര ഫസ്റ്റ് ക്വാളിറ്റി ക്യാമറ. പിന്നെ DVR അത്രയ്ക്കും നല്ലപോലെ സേവ് ചെയ്യുന്ന, കുറേ ദിവസത്തെ സേവ് ചെയ്യുന്ന DVR ആയിരുന്നു. വലിയ DVR. ഇതെല്ലാം ഇതാക്കിയമാർ എടുത്തുകൊണ്ട് പോയി നമ്മുടെ DVR. ഇവിടെയാണ് ഞാൻ. ഇതാണ് എൻ്റെ വീട്. സഹദേവ മന്ദിരം, ഒലട്ടിയമ്പലം, PO മാവേലിക്കര. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടാണ്. ഇന്ന് 5 ഫെബ്രുവരി. ഇതാണ്, കണ്ടല്ലോ. നമ്മളിവിടെ നല്ലപോലെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇതാക്കുന്നത്. ഇവന്മാർക്കിങ്ങനെ കള്ളത്തരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് പോവുക. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം മറച്ചു വെച്ചിരിക്കുകയാണ്. മറച്ചെല്ലാം വെച്ചാൽ കുറേ ആണുങ്ങളെ വരുത്തുക, കുറേ ഡ്രാമയായിട്ട് നടക്കുക, ഒരു കഷണ്ടി ചെയ്യാൻ ഇങ്ങനെ വരിക. ഇങ്ങനെ അങ്ങ് കയറി ഇറങ്ങി നടപ്പാ. ഇങ്ങനെ ഇവളുമാർ ഒരു വൃന്ദയെന്ന് പറയുന്നവൾ വരിക. അവൾ ഇമ്പേഴ്സണേഷൻ, ആൾമാറാട്ടവും, പിന്നെ സുബ്രഹ്മണ്യനും ആൾമാറാട്ടം, ഇങ്ങനെ സോമരാജൻ ആൾമാറാട്ടം, ശ്രീലത ആൾമാറാട്ടം, ഇങ്ങനെ കുറേ അവന്മാരെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ആൾമാറാട്ടം നടത്താൻ. പിന്നെ ആർക്ക് വേണമെങ്കിലും പോയി അന്വേഷിക്കാം കോടതിയിൽ. കായംകുളം കോടതിയിൽ ചെന്നാൽ മതി.
കായംകുളം കോടതിയിൽ കൊല്ലത്തു നിന്നുള്ള ഒരാണ് വരുന്നത്, വക്കീൽ കൊല്ലം. പിന്നെ അവർ ഈ സർലയാൻറ്റിയുടെ മോനെന്ന് പറയുന്നത് കൊല്ലമാണ്. അവരെ കൊല്ലത്താണ് താമസിക്കുന്നത്. ഇവിടാണ് അവരുടെ 18 സെൻറ്റ് സ്ഥലമെന്ന് പറയുന്നത്. ഈ സർലയാൻറ്റിക്ക് വീതം കിട്ടിയ 18 സെൻറ്റ് സ്ഥലമാണ്. അതാണ് തട്ടിയെടുക്കാൻ ഇവൻ നോക്കിയത്. കള്ളയൊപ്പുമെല്ലാം ഇട്ട് കള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ചമച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവന്മാർ. ഇതാണ് ഇവന്മാരുടെ ജോലി. ഭയങ്കര കള്ളത്തരങ്ങളാണ്. ഫോർജറി. ആ പയ്യൻ ഇത് കഴിയുമ്പോൾ ഫോർജറിക്ക് കേസ് കൊടുക്കും ഇതിനെതിരെ. കാരണം ഇവനിങ്ങനെ സ്ഥിരം കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ ഇവൻ കള്ളനാണെന്ന് ഇതാവണമല്ലോ. പിന്നെ ഞാനും ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, കള്ളത്തരങ്ങളൊക്കെ ഇവൻ ഇതാക്കിയത് നമ്മൾ കാണിക്കാം. ഇവൻ്റെ കള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഇപ്പോൾ ഇവൻ്റെ കള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ വക്കീലിന് കൊടുക്കണമല്ലോ. ഇവൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കയ്യിലും ഉണ്ട്. മനസ്സിലായില്ലേ? ഇവൻ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയാലും അത് പ്രതിഭാഗം വക്കീലിന് കൊടുക്കേണ്ടി വരും. കാരണം ആണല്ലോ, അറിയാമല്ലോ. ഇതൊക്കെയാണ് പ്രതിഭാഗം. ഇവൻ വാദിയാണെങ്കിൽ ഇവൻ വാദിയായിട്ട് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് ഇവന്മാർക്കുള്ളത്. മുതുകള്ളന്മാരാണ്. കണ്ടോ, ഇതാണ് SNDP ബിൽഡിങ്. നമ്മൾ ഇതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ വീട്. ഞാനിതാണ് കാണിക്കുന്നത് എപ്പോഴും. ഓക്കെ.